കൃത്യമായ രാഷ്ട്രീയം കളിക്കാൻ അറിയാവുന്ന നേതാവാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ. കഴിഞ്ഞ 2 ദശകങ്ങളിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ നോക്കിയാൽ എവിടേക്കാണ് കാറ്റ് വീശുന്നത് അതനുസരിച്ച് മുന്നണി മാറാനും രാഷ്ട്രീയം മാറാനും കൃത്യമായ കണക്കുകൂട്ടൽ നിതീഷ് കുമാറിനുണ്ട്. അദ്ദേഹം തികഞ്ഞ സോഷ്യലിസ്റ്റ് ആണെങ്കിലും അദ്ദേഹം ബി ജെ പിയുടെ കൂടെ ചേരും. അവിടെ പിന്നെ ബി ജെ പി ക്യാമ്പ് വിട്ടിട്ട് അദ്ദേഹം വീണ്ടും മറ്റ് സെക്കുലർ പാർട്ടികളുടെ കൂടെ കൂടും, വീണ്ടും ബി ജെ പിയിലേക്ക് പോകും. ഏറ്റവും ഒടുവിലത്തെ സംഭവവികാസങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യ അലയൻസ്, പ്രതിപക്ഷത്തിലെ 28 പ്രതിപക്ഷ പാർട്ടികളുടെ ഇന്ത്യ അലയൻസിനു വേണ്ടി ആദ്യമായി വിപുലമായ യോഗം പട്നയിൽ ബീഹാറിൻ്റെ തലസ്ഥാനത്ത് വിളിച്ചുകൂട്ടി അതിൻ്റെ നേതൃനിരയിലേക്ക് എല്ലാവരെയും കൂട്ടിയോജിപ്പിക്കാൻ മുന്നോട്ട് വന്ന ആളാണ് നിതീഷ് കുമാർ, ബീഹാർ മുഖ്യമന്ത്രി. കാരണം ഹിന്ദി ഹാർട്ട്ലാൻഡിൽ, ഹിന്ദി ഭൂമിയിൽ മധ്യപ്രദേശും രാജസ്ഥാനും യു പിയും ഒക്കെ കൈവിട്ടു പോയ കോൺഗ്രസിന് പിന്നെ എടുത്തു കാണിക്കാവുന്ന ഒരു വടക്കേ ഇന്ത്യൻ മുഖം പ്രതിപക്ഷ നേതാവാണ് നിതീഷ് കുമാർ. കോൺഗ്രസിന് മാത്രമല്ല, സെക്കുലർ പാർട്ടികൾക്കെല്ലാം. ആ നിതീഷ് കുമാറിൻ്റെ കളികൾ ഇന്ത്യ അലയൻസിനെ എങ്ങനെ ബാധിക്കും എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ ചോദ്യം. അപ്പോൾ അവസാനം കേൾക്കുന്നത് അദ്ദേഹം വീണ്ടും ബി ജെ പി ക്യാമ്പിലേക്ക് പോകുമെന്നും ഇപ്പോഴത്തെ ജനതാദൾ RJD സഖ്യം അവസാനിപ്പിക്കുമെന്നും, ഇപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയും ലല്ലു പ്രസാദ് യാദവിൻ്റെ ഇളയ മകൻ RJD നേതാവ് തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമാണ്. അദ്ദേഹത്തിൻ്റെ ലല്ലുവിൻ്റെ മൂത്ത മകൻ തേജ് പ്രതാപ് മന്ത്രിസഭയിലെ അംഗവുമാണ്. അടുത്ത കാലത്തുണ്ടായ സംഭവവികാസങ്ങൾ ഇന്ത്യ അലയൻസിനൊരു തിരിച്ചടി നൽകും എന്നുള്ള മുന്നറിയിപ്പ് അല്ലെ സൂചനകൾ അതിൽ ഒളിഞ്ഞിരിക്കുന്നു. എന്താണ് കാര്യം? ഏറ്റവും പ്രധാനപ്പെട്ട ജാതി സെൻസസ് എടുത്ത ഒരു സംസ്ഥാനമാണ് ബീഹാർ. ബി ജെ പിക്കെതിരെ ഒരു വലിയ കാർഡായിട്ട് കോൺഗ്രസും ഇന്ത്യ അലയൻസും കൊണ്ടുവന്ന ഒരു തുറുപ്പുചീട്ടാണ് ജാതി സെൻസസ്. പക്ഷെ അതുകൊണ്ട് മധ്യപ്രദേശിലോ രാജസ്ഥാനിലോ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഛത്തീസ്ഗഡിലോ ഒന്നും കോൺഗ്രസിന് നേട്ടമുണ്ടാക്കാൻ പറ്റിയില്ല, ഭരണം നഷ്ടപ്പെടുകയും ചെയ്ത അവസ്ഥയാണ്. പക്ഷെ ബീഹാറിൽ ഈ പറയുന്ന ഈ കാർഡ്, ജാതി സെൻസസ് കാർഡ് വളരെ വിദഗ്ധമായിട്ട് നിതീഷ് കുമാർ ഉപയോഗിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ കൗശല ബുദ്ധിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം ജാതി സെൻസസിൽ വെളിപ്പെട്ടത് ബീഹാറിലെ ജനസംഖ്യയിൽ 36% എക്സ്ട്രീംലി ബാക്ക്വേർഡ് OBC ആണ്. OBC തന്നെ പിന്നാക്ക വിഭാഗത്തിൽ തന്നെ ഏറ്റവും പിന്നോക്കരായ, ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഇന്ത്യയിലെ സംസ്ഥാനം ബീഹാറാണ്. അതുകൊണ്ടാണ് ജാതി സെൻസസിന് ബീഹാറിൽ പ്രാധാന്യം വരുന്നത്. അത് നിതീഷ് കുമാറിൻ്റെ കൃത്യമായ രാഷ്ട്രീയ കളി കൂടിയായിരുന്നു. അധികാരത്തിലിരുന്നുകൊണ്ട് സെൻസസ് നടത്തി കണക്കെടുത്തു. 36% ജനസംഖ്യയുടെ ചെറിയ നമ്പറല്ല. അതായത് OBC, ദളിതരൊക്കെ പിന്നീട് കൂടുതൽ വേറെ കിടക്കുന്നു. ഇത് എക്സ്ട്രീംലി ബാക്ക്വേർഡ്, ഏറ്റവും പിന്നാക്കം നിൽക്കുന്ന സമുദായങ്ങൾ തന്നെ 36% ബീഹാറിലുണ്ട്. അവരെയാണ് നിതീഷ് കുമാർ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് BJP നല്ല ഒന്നാന്തരം കാർഡ് ഇറക്കി ഇപ്പം കളിച്ചത്. ബീഹാർ പൊളിറ്റിക്സിനെ നമ്മൾ പഠിക്കണം. എന്തുകൊണ്ടാണ് ഈ പത്മ അവാർഡ് പ്രഖ്യാപിക്കുന്നതിന് ആദ്യം പരമോന്നത ബഹുമതിയായ ഭാരതരത്നമാണ് പ്രഖ്യാപിക്കുന്നത്. പത്മ അവാർഡ് 26-ാം തീയതിക്ക് തലേന്ന് 25-ന് റിപ്പബ്ലിക് ഡേക്ക് തൊട്ട് മുമ്പാണ് അനൗൺസ് ചെയ്തത്. കഴിഞ്ഞ ദിവസം അനൗൺസ് ചെയ്തു. പത്മവിഭൂഷൺ, പത്മഭൂഷൺ, പത്മശ്രീ, ഈ 3 വിഭാഗങ്ങളിലുള്ള അവാർഡുകൾ. പക്ഷെ ഭാരതരത്ന ഒരാഴ്ച മുമ്പേ കേന്ദ്ര സർക്കാർ അനൗൺസ് ചെയ്തു. ആർക്കായിരുന്നു? അവിടെയാണ് BJPയുടെ പൊളിറ്റിക്സ്. നിതീഷ് കുമാറിനെ കൗണ്ടർ ചെയ്യാൻ, നിതീഷ് കുമാറിൻ്റെ ബീഹാറിലെ രാഷ്ട്രീയത്തെ കൗണ്ടർ ചെയ്യാൻ ഒരു ഒന്നാന്തര കാർഡ് BJP ഇറക്കിയത് കർപ്പൂരി താക്കൂറിന്, മുൻ ബീഹാർ മുഖ്യമന്ത്രി കർപ്പൂരി താക്കൂറിന് മരണാനന്തര ബഹുമതിയായിട്ട് ഭാരതരത്നം പ്രഖ്യാപിച്ചു. ഒന്നും ചെയ്യാൻ പറ്റില്ല നിതീഷ് കുമാറിനോ JDU RJD സഖ്യത്തിനോ എതിർക്കാൻ പറ്റും. അപ്പോൾ വളരെ സുന്ദരമായിട്ട് അദ്ദേഹം, നിതീഷ് കുമാർ ബീഹാർ മുഖ്യമന്ത്രി, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. കർപ്പൂരി ഠാക്കൂറിന് ഭാരതരത്നം മരണാനന്തര ബഹുമതിയായിട്ട് നൽകിയതിന്, അല്ലെ പ്രഖ്യാപിച്ചതിന്. ഇതിലെ പൊളിറ്റിക്സ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. ആരാണ് കർപ്പൂരി ഠാക്കൂർ? ബീഹാറിലെ പിന്നാക്ക സമുദായങ്ങളുടെ
മിശിഹായാണ് കർപ്പൂരി താക്കൂർ. മിശിഹ ആയിരുന്നു അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ. അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ഇപ്പോഴും ബീഹാറികളുടെ ഈ വളരെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ മനസ്സിലുണ്ട്. അദ്ദേഹം ജയപ്രകാശ് നാരായണന്റെ നേർശിഷ്യനായിരുന്നു. സമ്പൂർണ്ണ വിപ്ലവം നയിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധിയെ പുറത്താക്കി ഇന്ത്യയിൽ ഒരു ബദൽ ജനാധിപത്യ സർക്കാരിനെ കൊണ്ടുവരാനുള്ള സമ്പൂർണ്ണ വിപ്ലവം നയിച്ച ബീഹാറുകാരനായ ജയപ്രകാശ് നാരായണന്റെ നേർശിഷ്യനായിരുന്നു കർപ്പൂരി താക്കൂർ. സോഷ്യലിസ്റ്റ്, തികഞ്ഞ സോഷ്യലിസ്റ്റ്. അവരുടെ ആ പാരമ്പര്യത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ കർപ്പൂരി താക്കൂറിന്റെ നേർശിഷ്യന്മാരാണ് ആരൊക്കെ? ഈ നിതീഷ് കുമാറും ലല്ലു പ്രസാദ് യാദവും. രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ടല്ലോ. അങ്ങനെ ബീഹാറിലെ ആ ഒരു രാഷ്ട്രീയത്തെ ഇങ്ങനെ സെക്കുലർ സോഷ്യലിസ്റ്റ് പിന്നാക്ക രാഷ്ട്രീയത്തിന്റെ ഒരു ഫോർമുല ഇങ്ങനെ കൊണ്ടുവച്ച് കളിച്ചിട്ടാണ് നിതീഷ് കുമാർ ഇത്രയും കാലം മുന്നോട്ട് പോയത്, ലല്ലു പ്രസാദ് മുന്നോട്ട് പോയത്. അവിടെയാണ് ഈ ജാതി രാഷ്ട്രീയത്തെ എതിർക്കാൻ വേണ്ടി BJP ഈ കാർഡ് ഇറക്കിയിട്ട് കർപ്പൂരി താക്കൂറിനെ ഭാരതരത്നം പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ഇതിനെ ആക്ഷേപിക്കുകയല്ല. കാരണം കർപ്പൂരി താക്കൂർ വലിയ സോഷ്യലിസ്റ്റ് നേതാവായിരുന്നു. അദ്ദേഹം എന്നേ ഭാരതരത്നം കിട്ടേണ്ട ആളായിരുന്നു. ഞങ്ങൾക്ക് യാതൊരു അത്രയും ബഹുമാനം നമുക്ക് അദ്ദേഹത്തോടുണ്ട്. പക്ഷെ ഇപ്പൊ ഈ BJP കളിക്കുന്നത് പൊളിറ്റിക്സ് ആണ്. അതായത് രാജ്യത്തിന്റെ പരമോന്നത ബഹുമതികൾ പോലും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ BJPക്ക് നല്ല കൗശലമുണ്ട് എന്നതിന്റെ തെളിവാണ് കർപ്പൂരി താക്കൂറിനെ ഭാരതരത്നം പ്രഖ്യാപിച്ചത്. അതൊരു സൈഡ്. ഇനി എങ്ങനെ ഇതിനെ നേരിടും? ഇപ്പൊ ലേറ്റസ്റ്റ് കേൾക്കുന്നത് നിതീഷ് കുമാർ കളം മാറ്റി വീണ്ടും BJP ക്യാമ്പിലേക്ക് പോകും. അങ്ങനെ പോയാൽ ഏറ്റവും വലിയ തിരിച്ചടി വരാൻ പോകുന്നത് ദേശീയ ഇന്ത്യ സഖ്യത്തിനാണ്. 28 പാർട്ടികളുടെ കോൺഗ്രസും RJDയും JDUവും CPMും CPIയും DMKയും ഒക്കെ TMC ഒക്കെ ഉൾപ്പെടുന്ന തൃണമൂൽ കോൺഗ്രസ് ഉൾപ്പെടെ വരുന്ന 28 അംഗ ഇന്ത്യ അലയൻസിനാണ് തിരിച്ചടി വരാൻ പോകുന്നത്. നിതീഷ് കുമാർ മറുകണ്ഠം ചാടുമെന്ന് ഉദാഹരണങ്ങളുണ്ടോ എന്ന് ഞങ്ങൾ ആദ്യം പറഞ്ഞല്ലോ. അതുകൊണ്ട് ഇനിയും ചാടാം. കാരണം ഇപ്പൊ വന്ന കഴിഞ്ഞ 4-5 മാസത്തെ ബീഹാറിലെ ഡെവലപ്മെന്റ്സ്, രാഷ്ട്രീയ മാറ്റങ്ങൾ അതിന് വ്യക്തമായ സൂചന നൽകുന്നുണ്ട്. അതിന്റെ ഒരു നാൾ വഴി നോക്കുക എന്താണെന്ന് പറഞ്ഞാൽ, നിതീഷ് കുമാർ ആദ്യമായിട്ട് BJP ആയിട്ട് സഖ്യം ഉണ്ടാക്കുന്നത് 2013-ലാണ്. പിന്നെ ആ സഖ്യം വിട്ടിട്ട് 2019 ലോക്സഭാ ഇലക്ഷൻ കഴിഞ്ഞിട്ട് അദ്ദേഹം BJP മുന്നണി വിട്ടിട്ട് 2020 അദ്ദേഹം RJDയുമായിട്ട് ചേർന്നു ലല്ലു പ്രസാദ് യാദവിന്റെ. അങ്ങനെ മുഖ്യമന്ത്രിയായി. BJP ഭരിക്കുമ്പോഴും BJP മുന്നണിയിലും നിതീഷ് കുമാർ മുഖ്യമന്ത്രി. മറുകണ്ഠം ചാടി ഇപ്പുറത്ത് വന്നപ്പോഴും നിതീഷ് കുമാർ മുഖ്യമന്ത്രി. ആ തമാശ ആലോചിക്കണം. അത് രാഷ്ട്രീയ കൗശലമാണ്. നിതീഷ് കുമാർ അങ്ങനെ ഒരു പ്രത്യേക കഴിവുണ്ട്. ഇപ്പോഴും അതാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അങ്ങനെ 22 അദ്ദേഹം പിന്നീട് അദ്ദേഹം BJP ആയിട്ട് വിട്ടിട്ട് പിന്നെ ലോക്സഭ ഇലക്ഷൻ കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും അദ്ദേഹം BJP ആയിട്ട് ചേർന്നിട്ട് മുഖ്യമന്ത്രിയാവുന്നു. പിന്നീട് 2022 വീണ്ടും BJP ആയിട്ട് സലാം പറയുന്നു. സഖ്യം അവസാനിപ്പിക്കുന്നു 22 2 കൊല്ലം മുമ്പ് സഖ്യം അവസാനിപ്പിച്ചിട്ട് RJDയുമായിട്ട് ചേർന്ന് കോൺഗ്രസുമായിട്ട് ചേർന്നിട്ട് ബീഹാർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഒരു കൂട്ടുമുന്നണി ഉണ്ടാക്കിയിട്ട് നിതീഷ് കുമാർ മുഖ്യമന്ത്രിയും ലല്ലു പ്രസാദ് യാദവിന്റെ ഇളയ മകൻ തേജസ്വി യാദവ് ഉപമുഖ്യമന്ത്രിയുമായിട്ട് പുതിയ ഗവൺമെന്റ് ഉണ്ടാകുന്നു. ഇപ്പം നടന്ന എന്താണ്? അതിന് ശേഷം കഴിഞ്ഞ 1.5 വർഷം 2 വർഷത്തിനുള്ളിൽ നടന്നത്. ഒരു 6 മാസം മുമ്പ് ഈ ലല്ലൻ സിംഗിനെ, JDUവിന്റെ പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന ഇദ്ദേഹം CM പാർട്ടി പ്രസിഡന്റായ ലല്ലൻ സിംഗിനെ സാക്ക് ചെയ്തിട്ട് ഈ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് നീക്കിയിട്ട് നിതീഷ് കുമാർ സ്വയം പ്രസിഡന്റായി. എന്താണ് കാര്യം? അവിടെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്, ഇന്നർ പൊളിറ്റിക്സ്. അതായത് നിതീഷ് കുമാറിനെ ഇറക്കിയിട്ട് തേജസ്വി യാദവിനെ, ലല്ലുവിന്റെ മകനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ഒരു കളി JDUവിന്റെ പ്രസിഡന്റായ ലല്ലൻ സിംഗ് കളിച്ചു. ലല്ലൻ സിംഗും ലല്ലു പ്രസാദ് യാദവും കൂടെ ഒരു രഹസ്യ മുന്നണി ഉണ്ടാക്കിയിട്ട് JDUവിൽ നിന്നും കുറച്ച് 10-15 MLAമാരെ അടർത്തി മാറ്റി നിതീഷിനെ ഒഴിവാക്കിയിട്ട്, അപ്പോഴും ഭൂരിപക്ഷം ഈ മുന്നണിക്ക് നിയമസഭയിൽ കിട്ടും, എന്നിട്ട് തേജസ്വി യാദവിനെ മുഖ്യമന്ത്രിയാക്കുക, ലല്ലൻ സിംഗിന് രാജ്യസഭാ അംഗത്വം ഉറപ്പുവരുത്തുക എന്നൊരു ഫോർമുല രഹസ്യമായിട്ട് വർക്കൗട്ട് ചെയ്തത് നിതീഷ് കുമാർ മണത്തറിയുകയും അതിനെ അട്ടിമറിക്കുകയും ചെയ്തു. എന്നിട്ട് ലല്ലൻ സിംഗിനെ പുറത്താക്കി.
എന്നിട്ട് സ്വയം പാർട്ടിയുടെ പ്രസിഡന്റായി വിരുദ് കാണിച്ച ആളാണ് കുശാഗ്ര ബുദ്ധിയായ നിതീഷ് കുമാർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി എന്താണ് സംഭവിക്കാൻ പോണത്? അവിടെയാണ് അദ്ദേഹം BJP ക്യാമ്പിലേക്ക് ചാടുകയില്ല എന്നുള്ള സംശയം ഞങ്ങൾ ഉന്നയിക്കുന്നത്. ബീഹാറിൽ 243 സീറ്റാണ് ബീഹാർ അസംബ്ലിയിൽ. അതിലെ ഏറ്റവും വലിയ പാർട്ടി, ഈ മുന്നണിയിലെ മഹാഗഠ് ബന്ധൻ എന്ന് പറയുന്ന ഈ മുന്നണിയിലെ പ്രധാന പാർട്ടി RJD തന്നെയാണ്. RJDക്ക് 79 MLA-മാരുണ്ട്. ജനതാദൾ യുവിന് 45 ഉള്ളൂ. എന്നിട്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കി എന്നുള്ളതാണ് ഈ മുന്നണിയുടെ പ്രത്യേകത. അതായത് മുഖ്യമന്ത്രി സ്ഥാനം RJDക്കോ തേജസ്വി യാദവിനോ കിട്ടാതെ നിതീഷ് കുമാറിനെ മുഖ്യമന്ത്രിയാക്കി. വെറും 45 സീറ്റുള്ള JDUവിന്റെ നേതാവിനെ. പിന്നെ കോൺഗ്രസ് മുന്നണിയിലുണ്ട്, 19 MLA-മാർ കോൺഗ്രസിനുണ്ട്. CPI ML നക്സൽ ലെനിനിസ്റ്റ് പാർട്ടിക്ക് 12 MLA-മാർ ബീഹാറിലുണ്ട്. അവിടെ ഒരു നിർണായക ശക്തിയാണ്. അടുത്ത കാലത്ത് കൂടുതൽ ശക്തി തെളിയിച്ചു വന്ന പാർട്ടിയാണ്. CPM-ന് 2 MLA-മാർ, CPI-ക്ക് 2, ഒരു സ്വതന്ത്രൻ ഇവരെ പിന്തുണയ്ക്കുന്നു. അങ്ങനെയാണ് ഈ 243 അംഗ സഭയിലെ 160 MLA-മാർ ഇവർക്കുണ്ട്, ഈ മഹാഗഠ് ബന്ധൻ മുന്നണിക്കുണ്ട്. അപ്പൊ ഇതിൽ നിന്ന് ഈ JDUവിലെ 45 ഒരു 12-15 MLA-മാരെ അടർത്തിയെടുത്തിട്ട് നിതീഷ് കുമാറിനെ പുറത്താക്കാനായിരുന്നു അജണ്ട സെറ്റ് ചെയ്തത്. അതാണ് അദ്ദേഹം പൊളിച്ച് കൈ കൊടുത്തത്. പിന്നെ ഇപ്പൊ അദ്ദേഹം ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയത് ഈ പറയുന്ന ജാതി സെൻസസ് വെച്ചിട്ടാണ്. അവർ ഈ അതിപിന്നാക്ക സമുദായത്തിൽപ്പെട്ട 34% പേർക്ക് കൂടുതൽ സംവരണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഉത്തരവും അടുത്ത കാലത്ത് ബീഹാർ ഗവൺമെന്റ് ഇറക്കി, നിതീഷ് കുമാറിന്റെ താല്പര്യത്തിൽ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു വോട്ട് ബാങ്ക് അദ്ദേഹം അവിടെ ഉറപ്പാക്കി എന്നുള്ളതാണ് ഇതിനകത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഭരണത്തിൽ ഇരുന്നുകൊണ്ട് ഈ നിതീഷ് കുമാർ നാളെ ഗുഡ് ബൈ പറഞ്ഞിട്ട്, കാരണം പലപ്പോഴും മാറി മുന്നണി മാറിപ്പോയ ആളാണ്, നാളെ അദ്ദേഹത്തിന് BJP ആയിട്ട് ചേരാൻ യാതൊരു മടി അദ്ദേഹത്തിന് ഉണ്ടാവില്ല. അത് പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ ഒരു വലിയ ഉപജ്ഞാതാവാണ് നിതീഷ് കുമാർ. ഇപ്പം നരേന്ദ്രമോദിയെ അദ്ദേഹം സപ്പോർട്ട് ചെയ്തു, കർപ്പൂരി താക്കൂറിന് ഭാരതരത്നം പ്രഖ്യാപിച്ചതിലൂടെ. ഇനി അവർ തമ്മിൽ ഒരു ഭായി ഉണ്ടാക്കാൻ പണ്ടത്തെ പോലെ നിതീഷ് കുമാറിന് ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതിന് ഏറ്റവും വലിയ തിരിച്ചടി കിട്ടാൻ പോകുന്നത് പ്രതിപക്ഷത്തിനാണ്. ഇന്ത്യ അലയൻസ്, പ്രതിപക്ഷം കോൺഗ്രസ് പ്രത്യേകിച്ച് ഈ ഇതിലൂടെ, ഈ ഒരു ഡെവലപ്മെന്റിലൂടെ വളരെ ആയിരിക്കുകയാണ്. കാരണം വടക്കേ ഇന്ത്യയിൽ കാണിക്കാവുന്ന ഒരു മുഖം നിതീഷ് കുമാർ ആയിരുന്നു. അത് നഷ്ടപ്പെടുമോ എന്ന ആശങ്ക കോൺഗ്രസിനെ വല്ലാതെ അലട്ടുന്നുണ്ട്. വരും ദിവസങ്ങൾ നിർണായകമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ ഇനി കുറച്ച് നാളുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ബീഹാറിൽ എന്ത് സംഭവിക്കുന്നെന്ന് ഇന്ത്യ മുഴുവൻ നോക്കി കാണുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നിതീഷ് കുമാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം.